ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ മുള വെച്ചൊരു പ്ലാന്റർ ചെയ്യാനായിട്ട് പോവാണ്. പുറത്ത് നല്ലൊരു മുള കിടപ്പുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് പോയി എടുത്തിട്ട് വരാം. അപ്പം ഹാങ്ങിങ് പ്ലാന്റ്സ് ഇടാനായിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴേ കുറേ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒരുമിച്ച് ഇടാം. അപ്പം അതുപോലെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മളതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പം മുള കുറേ ഇവിടെ കിടപ്പുണ്ട്. അന്നേരം അത് നമുക്ക് എടുക്കാം. ഇതുപോലെ ഇങ്ങനെ കീറിയ മുള അവിടെ ഇവിടെയൊക്കെ ഒത്തിരി കിടപ്പുണ്ട്. അപ്പം അത് ഒരെണ്ണം എടുക്കാമെന്ന് വെച്ചാൽ ഇതിപ്പം നല്ല നീളമുണ്ട്. അപ്പം നമുക്ക് കുറേ ഹാങ്ങിങ് പ്ലാന്റ്സ് ഇതിനകത്ത് നടാനായിട്ട് പറ്റും. നമ്മുടെ ഈ ഷെയ്ഡിൻ്റെ സൈഡിലായിട്ട് 2 ഹുക്കുണ്ട്. അപ്പം അതിനകത്തോട്ട് ഒരു പഴയ വയർ ഇങ്ങനെ കെട്ടും. അപ്പം നമുക്ക് അത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് കെട്ടിക്കൊടുക്കും. ഒരു ഫുള്ളായിട്ടുള്ള മുളയാണെങ്കിൽ നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. നമ്മൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിച്ച് ചെയ്യുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചെടിച്ചട്ടിയൊക്കെ ഹാങ് ചെയ്യുന്നില്ലേ, ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ തൂക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ അതിനകത്ത് ഒരെണ്ണം എടുത്തിട്ട് നമ്മുടെ ഈ മുളയാണെങ്കിൽ അതിൻ്റെ സൈഡിലോട്ട് കയറ്റി വെക്കുവാണേ. അല്ല, നമുക്ക് വയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സൈഡിൽ കെട്ടിക്കൊടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഒരു സൈഡിൽ ഇതുപോലെ നമുക്ക് ഹാങ് ചെയ്യാം. പിന്നെ അടുത്ത സൈഡിൽ നമുക്ക് ഇതുപോലെ തന്നെ ഈ ഹാങ്ങിങ്ങിനകത്തോട്ട് കയറ്റിയിട്ട് ഇതിനകത്തോട്ട് ഇതുപോലെ കയറ്റി വെച്ചിട്ട് നമുക്ക് ഇത് ഹാങ് ചെയ്യാം. പിന്നെ ഒത്തിരി വലിയ പ്ലാന്റ്സ് ഒന്നും നമുക്ക് നടാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ ചെറിയ ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ടല്ലോ, വാണ്ടറിങ് ജൂം അതുപോലുള്ള ടട്ടിൽ വൈൻ, അങ്ങനെയുള്ള പ്ലാന്റ്സ് മാത്രമേ ഇതിനകത്ത് ഹാങ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഒത്തിരി വലിയ ഒത്തിരി വേരൊന്നും ഇറങ്ങുന്ന പ്ലാന്റ്സ് ഒന്നും നമുക്ക് ഇതിനകത്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഇതിനകത്ത് കുറച്ച് മണ്ണിട്ടിട്ട് കുറേ ഹാങ്ങിങ് പ്ലാന്റ്സ്, പല ഹാങ്ങിങ് പ്ലാന്റ്സ് നമുക്ക് ചെയ്യാം. നമ്മൾ ഈ വളമൊക്കെ ചേർത്ത് കുറച്ച് മണ്ണാണ്, നമുക്ക് കുറച്ച് സ്പേസേ ഉള്ളല്ലോ. അപ്പം അതിനകത്ത് നല്ലതായിട്ട് വളമൊക്കെ ചേർത്ത് മിക്സാക്കി വെച്ച മണ്ണാണ്. അപ്പോൾ അത് നമുക്ക് ഈ മുളയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് നമുക്ക് കുറച്ചായിട്ട്, ഒരുപാടൊന്നും കൊള്ളത്തില്ല, കുറച്ചായിട്ട് ഇതിനകത്തോട്ടിടാം. ഇങ്ങനെ ഇത് നമുക്ക് ഈ മുള ഫുള്ള് നമുക്കിതുപോലെ മണ്ണിട്ട് മറയ്ക്കാം. ഹാങ്ങിങ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് ഇത് മതിയല്ലോ അത് വളരാനായിട്ടേ. പടം നമ്മൾ കിളിച്ചോളുമല്ലോ. ഒരുപാട് ആഴത്തിൽ പോകുന്ന വേരോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാം. ടർട്ടിൽ വൈനൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇടാവുന്നതാണ്. കുഞ്ഞു പ്ലാന്റ് ആണല്ലോ. അങ്ങനെ ഒത്തിരി കുറേ ഇവിടെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട്. അപ്പം അതെല്ലാം കൂടെ ഒന്ന് ഒരുപോലെ ഇങ്ങനെ ഹാങ് ചെയ്ത് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഓരോന്നും നമ്മൾ ഫില്ല് ചെയ്തെടുക്കാം. നമ്മൾ അതാണ്ട് ഇത് ഫുള്ള് നമ്മൾ മണ്ണിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് കട്ട് ചെയ്ത് ഇതിനകത്ത് വെക്കാം. നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റാണ്. ഇത് കുറേ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഇത് കുറച്ച് കട്ട് ചെയ്ത് നമുക്ക് ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുവാണ്. അതായത് നമ്മുടെ
ഇതുണ്ട്, ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്ലാന്റ്. ഇവിടെ കുറച്ച് ടർട്ടിൽ വൈനാണേ. എല്ലാം കുറച്ച് കുറച്ച് കട്ട് ചെയ്തെടുക്കുക. ഇച്ചിരി മതിയല്ലോ, എല്ലാം പടന്ന് കിളിച്ചോളും. അടുത്ത് നമ്മുടെ ഇതുണ്ട്, ഇതൊരു ടൈപ്പ് ഹാങ്ങിങ് പ്ലാന്റ്. എപ്പീഷ്യ പ്ലാന്റ് ആണ്. നല്ലതായിട്ടിത് പടന്ന് പിടിക്കുകയൊക്കെ ചെയ്യുന്ന പ്ലാന്റ്. നമ്മുടെ ഹാങ് പ്ലാന്റ് എന്ന് പറയുന്നത് വാണ്ടറിങ് ജൂ ആണ്. ഈ ഒരു ടൈപ്പേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അടുത്താണ്ട് ഈ പ്ലാന്റ് ആണ്. ടർട്ടിൽ വൈൻ പോലെ തന്നെ വേറൊരു പ്ലാന്റ്. നല്ല രസമാണ് ഇതിൻ്റെ ഇല കാണാനായിട്ട്. ഇതുണ്ടോ, ഇത് നമ്മുടെ സിങ്കോണിയം പ്ലാന്റ് ആണ്. അത് ചെറിയ രീതിയിലൊക്കെ ഹാങ് ആകും. അതോടെ വെക്കാമെന്ന് വിചാരിച്ച. നമുക്ക് അധികം ഇല്ല ഇത്. അത് നമുക്ക് ഇതിൻ്റെ നടുക്കായിട്ട് നമ്മുടെ എപ്പീഷ്യ പ്ലാന്റ് വെക്കാം. അത് ഇച്ചിരി പൂ പിടിക്കുന്നതാണല്ലോ, അപ്പം അത് നടുക്കോട്ട് വെക്കാം. നമുക്ക് വാട്ടർ മെലൺ പ്ലാന്റ് നടാമേ. പകുതിയാക്കിയിട്ട് കുഞ്ഞ് പീസാക്കിയിട്ട്, അത് അധികം ഇല്ലായിരുന്നത് ഒത്തിരി എടുക്കാനേ, അതുകൊണ്ട് കട്ട് ചെയ്തങ്ങ് നടുക. നമ്മുടെ വാണ്ടറിങ് ജൂ നടുന്നത് ചെറിയ കൊമ്പ് വെക്കുക. അടുത്ത് നമ്മൾ ഈ ബോ പോലെ ഇരിക്കുന്ന പ്ലാന്റാണ് വെക്കുന്നത്. അതന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഇച്ചിരി വെച്ച് കൊടുത്താൽ മതി, പെട്ടെന്ന് അങ്ങ് പിടിച്ച് കിട്ടും. അപ്പം നമ്മൾ ഈ ഹുക്കിനകത്ത് ഇതാണ്ട് ഇതുപോലെ ഒരു വയറ് കെട്ടിയിട്ടിങ്ങനെ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് എളുപ്പത്തിൽ നമുക്ക് ഈ ഇങ്ങനെ ഹാങ് ചെയ്യാം. അല്ലെ എസ് ഹുക്ക് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ വെച്ചിട്ട് നമുക്കിതുപോലെ ഹാങ് ചെയ്യാം. വേണ്ടപ്പോൾ അതായത് ഇങ്ങനെ വന്നേക്കുന്നത്. ചെടിയൊക്കെ പിടിച്ച് വരുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും എല്ലാം കൂടെ ഹാങ് ചെയ്ത് കിടക്കുന്ന കാണാനേ. ഇതുണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ നിറച്ച് പടർന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും. അപ്പം നമ്മൾ ഇതാണിതിൻ്റെ ഫൈനലായിട്ടുള്ളത്. വളർന്നു കഴിയുമ്പോഴത്തേക്കും നല്ല രസമായിട്ട് കിടക്കും.